വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഇന്ന് നോമ്പിൻ്റെ ആദ്യ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 21, 28 തൊട്ട് 32 വരെയുള്ള വാക്യങ്ങൾ. അനുതാപത്തിൻ്റെ വഴി. പതിവ് പോലെ സൂര്യൻ ഉദിച്ചുയർന്ന ഒരു പ്രഭാതം. തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഒട്ടേറെ ജോലികൾ ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കിയ പിതാവ് തൻ്റെ മക്കളെ അരികിലേക്ക് വിളിച്ച് സ്നേഹവും അധികാരവും കലർന്ന സ്വരത്തിൽ അദ്ദേഹം അവരോട് സംസാരിച്ചു. പിതാവ് ആദ്യം ചെന്നത് മൂത്ത മകൻ്റെ അടുത്തേക്കാണ്. മകനെ, നീ ഇന്ന് പോയി നമ്മുടെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. അവൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഒട്ടും ആലോചിക്കാതെ വളരെ വിനയത്തോടെ മറുപടി പറഞ്ഞു. ശരി പിതാവേ, ഞാൻ പോകാം. പിതാവ് സന്തോഷിച്ചു. എന്നാൽ സമയം കടന്നുപോയി. സൂര്യൻ ഉച്ചിയിലെത്തിയിട്ടും തോട്ടത്തിൽ മൂത്ത മകനെ കണ്ടില്ല. പിതാവിനെ പ്രീതിപ്പെടുത്താൻ ഉണ്ട് എന്ന് പറഞ്ഞതല്ലാതെ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ അവന് താല്പര്യമില്ലായിരുന്നു. അവൻ്റെ അനുസരണം വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിന്നു. പിതാവ് രണ്ടാമത്തെ മകനെ സമീപിച്ചു. അതേ ആവശ്യം തന്നെ അവനോടും ഉന്നയിച്ചു. എന്നാൽ അവൻ പരുഷമായി പ്രതികരിച്ചു. എനിക്ക് സൗകര്യമില്ല, ഞാൻ വരില്ല. മകൻ്റെ മറുപടി പിതാവിനെ ദുഃഖിപ്പിച്ചു. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ ആ മകൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടായി. തൻ്റെ പിതാവിനോട് കാണിച്ച മര്യാദക്കേടിനെക്കുറിച്ച് അവൻ ഓർത്തു. അനുസരണക്കേട് കാട്ടിയതിൽ അവൻ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു. വാക്കുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞെങ്കിലും പ്രവൃത്തി കൊണ്ട് അവൻ പിതാവിനെ അനുസരിക്കാൻ തീരുമാനിച്ചു. അവൻ തോട്ടത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അന്ന് മുഴുവൻ അവൻ അധ്വാനിച്ചു. യേശു ഈ കഥ വിവരിച്ച ശേഷം ചുറ്റുമുള്ളവരോട് ചോദിച്ചു, ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? എല്ലാവരും ഒരേപോലെ പറഞ്ഞു, രണ്ടാമത്തവൻ. യേശു അവരോട് വ്യക്തമാക്കിയത് ഇതാണ്: നിയമങ്ങളും പ്രാർത്ഥനകളും അറിയാമെന്നും ദൈവത്തെ അനുസരണയുണ്ടെന്നും വാക്കുകൾ കൊണ്ട് പറയുന്നവർ പലപ്പോഴും പ്രവൃത്തിയിൽ പരാജയപ്പെടുന്നു, ഒന്നാമത്തെ മകനെ പോലെ. എന്നാൽ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചെങ്കിലും ദൈവത്തിൻ്റെ വിളി കേട്ട് അനുതാപത്തോടെ മടങ്ങി വരുന്ന ചുങ്കക്കാരും പാപികളുമാണ് ദൈവരാജ്യത്തിന് അർഹരാകുന്നത്, രണ്ടാമത്തെ മകനെ പോലെ. ഈ ഉപമ നമ്മോട് ചോദിക്കുന്നത് ഒന്ന് മാത്രം: നാം ഏത് മകനെ പോലെയാണ്? ഈ നോമ്പുകാലത്ത് നമ്മുടെ വാശികളും ഇല്ല എന്ന വാക്കും ഉപേക്ഷിച്ച് പിതാവിൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം.